السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا الأمين وعلى آله وصحبه أجمعين أما بعد പരിശുദ്ധ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഫിലസ്തീനിൽപ്പെട്ട ഗസ ചൊല്ലുടങ്കെത്തറായ നാളെ മദ്ഹബ് ഇമാമായ ഷാഫിഈ ഇമാമു ജനിച്ചറായിട്ടിക്കട് ഗസ. ആ ഗസയുടെ ഇന്നത്തെ അവസ്ഥ വളരെയധികം ചിന്താജനകമായ ഒരവസ്ഥയിലായിട്ടിക്കിടും. ഇസ്രായേലിൻ്റെ കരുണയില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യന്മാർ പാവത്തെ ആ മുസ്ലിമീങ്ങളെ നിരന്തരമായി കൊന്നൊടുക്കടങ്കത്തെ ഈ സന്ദർഭത്തിൽ അവിടുന്ന് ആ മനുഷ്യന്മാർക്ക് നാലങ്കത്തെ മീനിങ്ങൾക്ക് ഫുഡ് എടുത്തു കൊടുത്തുകൊണ്ടിന്നെങ്കത്തെ രക്ഷണ സിಬ್ಬಂದಿയുടെ ആൾമാരെ ബ്ലോക്ക് ആക്കിറാറ്, ഗസത്തുക്ക് പോണ്ടെങ്കത്തെ എല്ലാ ഡോറും ക്ലോസ് ആക്കിയിട്ടുള്ളാറ് ചൊല്ലങ്കത്തെ ആഘാതകരമായ വാർത്തകളെല്ലാം കേട്ടുകൊണ്ടുണ്ട്. പാവപ്പെട്ട ആ മുസ്ലിമീങ്ങ ഫുഡ് തിന്നുകൊണ്ടുമില്ലാണ്ട് ഭീകരമായ ബറകാലവും ഭീകരമായ പട്ടിണിയായിട്ട് ഒടിപ്പം വന്നുകൊണ്ടുള്ളേ. അങ്ങനെ ഇപ്പം ഒരേ ഒരു നിരീക്ഷേന്ദ്രം ഉണ്ടായെങ്കിൽ ഫ്ലൈറ്റിലൂടെ അതുപോലെ ഹെലികോപ്റ്ററിലൂടെ ആരെങ്കിലും വന്നിട്ട് ഭക്ഷണം ഞങ്ങൾക്ക് കീഴ്കിട്ടാറാ ചെന്നിട്ടു നിരന്തരമായിട്ട് നോക്കണമെങ്കിൽ ഒരു സാഹചര്യമായിട്ട് ഇണ്ട് ഗസൽ വന്നിട്ടുള്ളേ. ഭക്ഷണം കിട്ടാണ്ട് ഒരുപാട് ആൾമാർ, ചെറിയ ചെറിയ പിഞ്ചു മക്കൾ മരിക്കിടങ്കത്തെ വലിയങ്ങ മരിച്ചു പോകണ്ടെങ്കത്തെ ഒരവസ്ഥയായിട്ടിക്കട് ഇണ്ടവിടെ കണ്ടുകൊണ്ടുള്ളേ. മാത്രമല്ല ഇനി ഹയാത്തുള്ള ജീവിച്ചിട്ടുള്ള ആൾമാരുടെ അവസ്ഥ മെലിഞ്ഞിട്ട് സഫറായിട്ട് കോലിൻ്റെ കഡ്ഡിര പോലെ ഈങ്കലിൻ്റെ കഡ്ഡിര പോലെ ആയിട്ട് കിടന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ എല്ലാ ആൾമാർക്കും ഗസത്തങ്ങൾക്ക് അവിടെ ആൾമാർക്ക് ദ്വാർക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങ് സമ്പൂർണമായ സന്തോഷവും സ്വാതന്ത്ര്യവും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ആരെല്ലാം ഉപദ്രാക്കിടാറാ അങ്ങനെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ദ്വാരക്കളോട് കൂടെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആലോചനാക്കണ ഒരു വിഷയമുണ്ട്. ഗസത്തിൽ പാവത്തെ മുഅ്മിനീങ്ങ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണങ്ങളൊന്നുമില്ലാണ്ട് മരിക്കണമെങ്കിൽ സാഹചര്യം പറയുമ്പോൾ ഞങ്ങൾ ഈ കൂടെ ജീവിക്കുന്ന കാലത്തിൽ ഈ സന്ദർഭത്തിൽ എങ്ങനെ ജീവിച്ചിട്ടുള്ളാണ്ടായിട്ടേക്കിട് ഞങ്ങൾ ആലോചനാക്കണേ. ഗസൽ ഫുഡില്ലാണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഔത്തുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയില ഞങ്ങളെ കുടുംബത്തിൽ നടക്കടെ എന്തെങ്കിലും നല്ല നല്ല കാര്യക്രമത്തെ പേരിൽ തൊന്ത് വെച്ചാക്കിയിട്ട് അകത്തില്ലാത്തത്ര ഫുഡെല്ലാം ആക്കിയിട്ട് വേസ്റ്റ് ഇറങ്ങിക്കത്ത ഒരു സാഹചര്യം ബണ്ടുണ്ടായെങ്കിൽ ഞങ്ങൾ നെഞ്ഞിൽ കൈവച്ച് ചിന്തിക്കണ ഒരു ടൈമായിട്ടേക്കിട് ഗസത്തെ മക്കൾ ഉണ്ട് ഈ കഷ്ടപ്പാട് വന്നിട്ടുണ്ടായെങ്കിൽ പണ്ട് സൊമാലിയത്തെ വിഷയം എടുത്ത് നോക്കുമ്പോൾ സൊമാലിയത്തിൽ മനുഷ്യന്മാർ അനുഭവിച്ച് അതേ കഷ്ടപ്പാടായിട്ടേക്കിട് ഉണ്ട് ഗസത്തെ ആൾമാർ അനുഭവിക്കാനുണ്ടായെങ്കിൽ ദുന്ത് വെച്ചാക്കിയിട്ട് അകത്തില്ലാത്ത ഫുഡ് വേസ്റ്റാക്കണമെങ്കിൽ ഒരു സാഹചര്യം ഈ ഒരു ഗസ ഞങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചേഞ്ച് ആവേണ്ട അതേ അവസ്ഥയിൽ തുടരണ്ടായെങ്കിൽ അള്ളാഹു ഞങ്ങളെയും പരീക്ഷിക്കൂ തീരാ സാധ്യ ഇല്ലാണ്ട് ചൊല്ലടങ്കത്തെ ഒരവസ്ഥ ഇല്ലല്ലേ. പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ചൊന്നറു, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ആറാഫ് സൂറത്തിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു സ്പഷ്ടമായ ഭാഷയിൽ ഞങ്ങൾക്ക് ചൊന്തറ, ഓ മനുഷ്യ മക്കളെ, ഏ മനുഷ്യന്മാരെ, വകുലു വശ്റബു, നിങ്ങൾ കുടിക്കൊറു, നിങ്ങൾ തിന്നൊരു, നിങ്ങൾ ಬೇನಾಯತ್ರ കുടിക്കൊറു, നിങ്ങൾ ಬೇನಾಯತ್ರ തിന്നൊരു. അതേ സമയത്ത് വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫാക്കൂത്തീറാ, അകത്തില്ലാത്തത് നിങ്ങൾ വേസ്റ്റാക്കൂത്തീറാ, ദുന്തു വെച്ചാക്കൂത്തീറാ. അകത്തില്ലാത്ത ഫുഡ് വേസ്റ്റാക്കണമെങ്കിൽ ഇത്ര സാഹചര്യ നിങ്ങൾ ഒറുക്കലും പറവൂത്തീറാ. കാരണം എന്തേ ഒന്നുണ്ടാ, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിശ്ചയമായിട്ടും അള്ളാഹു തൈക്കീതോടുകൂടെ സ്ട്രോങ്ങിൽ ചൊല്ലെങ്കിൽ തുറ പൽക്കയറ്റിക്കിട് ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്രാഫ് ആക്കട അൽമാരെ, വേസ്റ്റ് ആക്കട അൽമാരെ, ദുന്തു വെച്ചാക്കട അൽമാരെങ്കത്തെ ഓർമ്മ സ്വഭാവം ഞങ്ങൾ ഇന്നുണ്ടായെങ്കിൽ അള്ളാഹു ഒരിക്കലും ഞങ്ങളെ സ്നേഹിക്കില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ട് വളരെ വ്യക്തമായ രൂപത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ചൊന്നിട്ടുണ്ടായെങ്കിൽ ഞങ്ങൾ ഫുഡാക്കണോ, ഏതെങ്കിലും ഒരു ഫങ്ഷൻ ആക്കുന്ന ടൈമിലോ പാർട്ടി ആക്കുന്ന ടൈമിലോ അകത്യത്തെ ഫുഡ് എത്ര ഉണ്ടോ
അത്രമാത്രം ആക്കണം അല്ലാട്ട് ജാസ്തിയാക്കിയിട്ട് എറിയങ്കത്തെ ബഫെ സിസ്റ്റമിൻ്റെ പേരിൽ വേണ്ടെങ്കത്തെ തിണ്ടിട്ടും എറിയങ്കത്തെ ഒരു അവസ്ഥ പണ്ടുണ്ടായെങ്കിൽ ഞങ്ങൾ ജാഗ്രതാക്കണോ. ഞങ്ങളിതുള്ളൂ സൊമാലിയ കടന്നു പോയിട്ട് ഇണ്ട് ഗസത്തിൽ ഞങ്ങളെ പാവപ്പെട്ട മുഅ്മിനീങ്ങ മുസ്ലിമീങ്ങ ഫുഡില്ലാണ്ട് മരിക്കിടങ്കത്തെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടായെങ്കിൽ ഞങ്ങളൗത്തുലു ഞങ്ങളെ റായത്തിൽ ഞങ്ങളെ കുടുംബത്തിലും ഇങ്ങനത്തെ ഒരു സാഹചര്യ ബറവ് തീരാണ്ട് ചൊല്ലുക സാധ്യമേ ഇല്ലല്ലേ. പരിശുദ്ധ ഖുർആൻ താക്കിക്കൊന്നൊരു അകത്തില്ലാത്ത ഒരു സ്വരവും ഒരു ചെലവും നിങ്ങൾ ആക്കോ തീരാണ്ട് പരിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ട് ചൊന്നറുകൊണ്ടുണ്ടാ. ഒല തുബദ്ദിർ തബ്ദീറ, ഒരു കാരണവശാലും നിങ്ങൾ ദുന്തു വെച്ചാക്കൂ തീരാ. അനഗത്യമായിട്ട് പൈസ ആവട്ടെ അല്ലെങ്കിൽ ആഹാര സാമഗ്രികളാവട്ടെ എന്തും വേസ്റ്റാക്കൂ തീരാ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഒന്നുണ്ട ദുന്തു വെച്ചാക്കിടങ്ങ, അനഗത്യമായിട്ട് പൈസ ചെലവാക്കിടങ്ങ, ഫുഡ് ചെലവാക്കിടങ്ങ, അങ്ങനെ ശൈത്താന്മാരെ ചങ്ങായിമാറായിട്ടിക്കട്. വകാന ശൈത്താനുലി റബ്ബിഹി കഫൂറ, ശൈത്താൻ ചൊന്നെങ്കിൽ റബ്ബു നന്ദി കേട് കാട്ടിയെങ്കിൽ താലയിട്ടിക്കട്. അവൻ്റെ ചങ്ങായിമാരായിട്ട് ദുന്തു വെച്ച ആക്കിയ ആൾമാർ മാർപ്പെടാറുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ ഞങ്ങളുടെ താക്കീത്ത് തന്നിട്ടുണ്ടായെങ്കിൽ ആ താക്കീത്ത് ഇക്കളോടുകൂടെ ഗസത്തെ മനുഷ്യന്മാർക്ക് ഞങ്ങളെല്ലാം ഇസ്രയേൽ ആക്കണമെങ്കിത്തെ ബുദ്ധിമുട്ടു അവിടെ ആക്കണമെങ്കിത്തെ തൊന്തരല ഞങ്ങൾ പൽക്കവർറ, ഇസ്രായേലിന് വിരുദ്ധമായിട്ട് ഞങ്ങൾ പൽക്കാറ. അതേ സമയത്ത് പാവപ്പെട്ട ഞങ്ങളെ ഫലസ്തീൻ്റെ മക്ക ഗസത്തെ മക്ക പട്ടിണി കിടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡ് വേസ്റ്റാക്കണമെങ്കിത്തെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് എത്ര ഈമാനുണ്ടോ. ഗസത്തെ മുഅ്മിനീങ്ങളുടെ ഞങ്ങൾ എത്ര പിരുസ ഉണ്ടു ഞങ്ങൾ ഒരു ആത്മാവലോകന ആക്കണായെങ്കിത്തെ ഒരു ടൈം ആയിട്ടിക്കടെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ನಾನು ಚೊನ್ನೋಂಟು ಬಂದಿದ್ರೆ ಅರ್ಥ ಫಂಕ್ಷನ್ ಹಾಕೋ ತೀರಾ ಅಂಟಲ್ಲ, ಎಲ್ಲ ಫಂಕ್ಷನ್ ಹಾಕೋಣ. ഞങ്ങളെ ഫാമിലി ഞങ്ങളെ കൂട്ടിയിട്ട് റായത്തങ്ങളെ കൂട്ടിയിട്ട് ഫുഡ് കൊടുക്കുറെങ്കിൽ ആൾമാർക്കും ഫുഡ് കൊടുക്കണോ. പക്ഷേ ആ കൊടുക്കുന്നതിലൊന്നും വേസ്റ്റേജ് ബറവുത്തീറ. ഇന്നത്തെ ദുന്തു വെച്ച ചൊന്നുണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ് മങ്ങിലത്തെ പേരിൽ അതുപോലെ മഞ്ഞൾ മങ്ങില, ഹലതി മങ്ങില, ಕೆಂಪು മങ്ങില, ചുവപ്പ് മങ്ങില, ദുനിയാവിൽ എന്തെല്ലാം കളറുണ്ടാ ആ കളറെല്ലാം മങ്ങിലാക്കിയിട്ട് ദുന്തു വെച്ച ആക്കട ആൾമാർ ആലോചനാക്കറോ. ഗസ ഞങ്ങളെ ദുർലുണ്ടോ. ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടായെങ്കിൽ ഞങ്ങളെ സഹായിക്കൂ റബ്ബും പറല. കാരണം ഇന്ന ശൈത്താന അലി റബ്ബിഹി കഫൂറ, ശൈത്താന് ചൊല്ലുടുതു അള്ളാഹു നന്ദി കേട്ട് കാണിച്ചെങ്കിൽ താഴ്ന്നയിട്ടേക്കിട്. അവൻ്റെ ചങ്ങായിമാർക്ക് അള്ളാഹു ഒരിക്കലും സഹായിക്കലാണ്ട് ചൊല്ലുടുത് വ്യക്തമായിട്ടേക്കിട്. അതുകൊണ്ട് ചിലവാക്കുമ്പോൾ, തിന്നുമ്പോൾ, കുടിക്കുമ്പോൾ, ഫങ്ഷൻ ആക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേനായിട്ട് ഫുഡാക്കുമ്പോൾ ജാഗ്രതാക്കണോ. കുലു വഷ്റബു വലാ തുസ്രിഫു ഇസ്രാഫ് ബറസീറാജ് എന്നിങ്ങനത്തെ പരിശുദ്ധ ഖുർആന്റെ ആ പവിത്രമായ വചന ഞങ്ങളെ മനസ്സിലെപ്പം മിക്കട്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ ദാരിദ്ര്യത്തിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന്, അതുപോലെ ദുന്തു വെച്ചാക്കിടതിൽ നിന്ന്, ഇസ്രാഫാക്കിടതിൽ നിന്ന് അള്ളാഹു ഞങ്ങളെല്ലാൽമാരെയും കാത്തു സലാമത്താക്കട്ടെ. പാവപ്പെട്ട ഗസത്തെ അതുപോലെ ഫിലിസ്തീൻ്റെ മക്കൾ അള്ളാഹു ശാന്തിയും സമാധാനവും ഇസ്സത്തും സ്വാതന്ത്ര്യവും കൊടുക്കട്ടെ. അർഹമുർ-റഹീമായ അള്ളാഹുവേ, അങ്ങക്ക് ഉപദ്രാക്കണമെങ്കിൽ ഇസ്രായേൽ അടക്കമുള്ള എല്ലാ ദേശത്തെ ആൾമാർ അള്ളാഹുവേ നീ പരാജയപ്പെടുത്തണേ അള്ളാഹ്. അതുപോലെ ഞങ്ങൾക്ക് വേനായിട്ട് സഹായിക്കണമെങ്കിൽ, സഹകരിക്കണമെങ്കിൽ, ദർസുവാനായിട്ട് എല്ലാവിധ ഒത്താശയങ്ങളും ചെയ്തു തന്നെങ്കിൽ ഇറായത്തങ്ങ, ചോറ് തണ്ടങ്ങ, ബാംഗ്ലൂർ കമ്മിറ്റിരങ്ങ, ഗൾഫ് കമ്മിറ്റിരങ്ങ, ഈ കമ്മിറ്റിരങ്ങ അള്ളാഹു എല്ലാ ആൾമാർക്കും ബറക്കത്ത് കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളെ ഈ ക്ലാസ് നിരന്തരമായിട്ട് കേട്ടിട്ട് വേറെ ആൾക്ക് ഷെയറാക്കി കൊടുക്കണേങ്ങ അള്ളാഹു. എല്ലാ ആൾമാർക്കും സന്തോഷം കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളെയും ജീവിതത്തിൽ എല്ലാവിധ ഖൈർ തുറന്നു തരണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.